നമുക്കിന്ന് ബീഫ് ഒന്ന് വരട്ടിയെടുത്താലോ? അപ്പം നമ്മുടെ ഒലിയത്തിൻ്റെ ഇറച്ചിയാണ് കേട്ടത്. അപ്പോൾ ഇത് നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയതായിരുന്നു. അപ്പം നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയൊരു സവാള, പിന്നെ ഒരു തക്കാളി, ഉരുളക്കിഴങ്ങ്, കരിവേപ്പില, പച്ചമുളക് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഓയിലോ വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത് കേട്ടോ, ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുക് നമ്മൾ ഇറച്ചിയിൽ യൂസ് ചെയ്യാറില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ആ ഒരു ഉലുവ പൊട്ടുന്നതാണ് നമുക്ക് ആ ഒരു ഉലുവ എണ്ണയിൽ കടന്നിട്ട് പാകമായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക, ഒരു റിസൾട്ട് കേട്ടോ. അപ്പോൾ ഉലുവ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. നമ്മൾ നന്നായിട്ട് ഉലുവ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഉള്ളി അതിലേക്ക് ഇട്ടുകൊണ്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് വാട്ടിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വാടി കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയിൽ പെട്ടെന്ന് നമുക്കിത് വാടി കിട്ടേണ്ട ആവശ്യമുണ്ട്. കൂടെ നമ്മൾ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു കരിവേപ്പിലേൻ്റെ ആ ഒരു ഫ്ലേവർ അതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ടോ. എന്നാലേ ആ ഒരു ഫ്ലേവർ നമുക്ക് ആ കറിയിലേക്കും കൂടെ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ കരിവേപ്പില ഇടുന്ന സമയത്ത് മുറിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും ആ ഒരു എന്താ പറയുക, സത്തൊക്കെ ഒന്ന് ഇളകി ഈ കറിയിലേക്ക് ചേരും കേട്ടോ. എന്നാലും നമ്മൾ വേവിക്കുന്ന സമയത്ത് ചേരും, എന്നാലും നമുക്ക് അതൊന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനിത് അങ്ങനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് മുറിച്ച് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇതേപോലെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി ഒരുവിധമൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് അതൊന്ന് എണ്ണയിൽ തന്നെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് എണ്ണയിൽ തന്നെ ഇട്ടിട്ടൊന്ന് വാടി വരട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കറിക്കും ആ ഒരു പച്ച ചുവയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ആ ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടെ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി നമ്മൾ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ തക്കാളി നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ മറ്റേ സംഭവങ്ങളൊക്കെ അടി പിടിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒരു ആവി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ലെവലായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ ഉടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഇളക്കി യോജിപ്പിക്കുക. അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതുകൊണ്ട് തന്നെ അടിയിൽ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് വേഗം അടിയിൽ പിടിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ തക്കാളിയൊക്കെ ഇട്ടതിന് ശേഷം മാത്രം തക്കാളിയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ മാത്രം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ സംഭവങ്ങളൊക്കെ അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ആവശ്യത്തിന് നമ്മൾ എന്താ പറയുക, നമ്മളൊരു എരിവിന് ആവശ്യത്തിനാണ് ഞാൻ എൻ്റെ ഒരു എരിവിന് ആവശ്യത്തിനുള്ള ഒരു പാകമാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത്തിരി ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉലുവ ഒരിത്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എരിവ് കുറവായിരിക്കും എന്ന് വെച്ചിട്ട് തോന്നിയപ്പോൾ കുറച്ചുകൂടി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു എണ്ണയിൽ തന്നെ ഇട്ട് ഇങ്ങനെ ഇതേപോലെ വറുത്തെടുക്കണം കേട്ടോ ഈ ഒരു മസാല. അപ്പോൾ ആ ഒരു മസാലേൻ്റെ പച്ചമണമൊക്കെ പോയി കിട്ടും. പിന്നെ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ അത് വറുത്ത പൊടിയാവില്ല, ചിലപ്പോൾ പച്ച സംഭവങ്ങൾ പൊടിച്ച് വരുന്നതായിരിക്കും കേട്ടോ, ഉണക്കി പൊടിച്ചതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഒരു പച്ചക്കുത്ത് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് അതേപോലെ വാട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾക്ക് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ബീഫ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എരിവും ഉപ്പൊക്കെ ഒന്ന് ഉണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ.
അങ്ങനെ നമ്മൾ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വരട്ടിയെടുക്കാൻ വേണ്ട വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അധികമായി പോകണ്ട, ആവശ്യത്തിന് മാത്രം വേണ്ട വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ആവശ്യത്തിന് വേണ്ട വിസിലും കൂടി വരുത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിത് കറിയല്ല ആക്കുന്നത്, പക്ഷേ ബീഫിന് കുറച്ച് വേവുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം ചിലപ്പോൾ വെള്ളം വേണ്ടി വരും. അപ്പോൾ ഇതിൽ വലിയ നെയ്യും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ 5-6 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കും വറ്റി വരും കേട്ടോ. ബീഫാകുമ്പോൾ വറ്റി വരും. ചിക്കനാണെങ്കിൽ നമ്മൾ ഇത്ര വെള്ളം വെക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കനിൽ വെള്ളം ഉണ്ടാവും. ഈ ഒരു മെത്തേഡിൽ തന്നെ ചിക്കനും വെക്കാവുന്നതാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു പ്രിപ്പറേഷൻ എന്താ പറയുക, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് ആദ്യം കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ കുറച്ചുകൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 5-6 വിസിലിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.